നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ എന്തിലും വീഴുന്ന ഒരാളല്ല രേണുസുതി. രേണുസുതി നിങ്ങളാരും പഠിച്ചിട്ട് വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ രേണുസുതിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. നമുക്കറിയാം, മരിച്ചുപോയ സുധി കൊല്ലത്തിന്റെ ഭാര്യയാണ് രേണുസുതി എന്ന്. ഒരുപാട് കഷ്ടപ്പാടിലൂടെയൊക്കെ വന്ന് ഒത്തിരി ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളൊക്കെ ചെയ്ത് ഹിറ്റായി നിൽക്കുന്ന നടിയാണ് രേണുസുതി. ആദ്യകാലങ്ങളിലൊക്കെ ഇവർക്കെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നിരുന്നു എങ്കിലും അവരതിനെ ശക്തമായി തന്നെ നേരിടുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത് അവരുടെ ജീവിതത്തിൽ വളരെ സക്സസ് ആയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരൊരു വിധവയായിരുന്നതുകൊണ്ടും അവർ രണ്ട് കുട്ടികളുടെ അമ്മയായതുകൊണ്ടും തന്നെ അവർക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തികം ആവശ്യമായുള്ള ഘട്ടങ്ങളൊക്കെ വന്നു. അപ്പോൾ അവർക്ക് സഹായമായത് ഈ ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചതും ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതൊക്കെയാണ്. അങ്ങനെ കുറച്ച് പൈസയായി കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ തേടി പോകും. അല്ല എങ്കിൽ നമ്മൾ തേടി വരും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത്. കാരണം സാമ്പത്തിക പ്രശ്നം ഒരു ഇഷ്യൂ തന്നെയാണല്ലോ. സാമ്പത്തികം കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടെ വേണം, അല്ലെങ്കിൽ ഇതിലും നല്ലതായിട്ട് വേണം എന്ന് വിചാരിച്ച് നമ്മൾ ചെന്ന് ചതിക്കുഴിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലോ ചെന്ന് ചാടാൻ പാടില്ല. കാരണം എല്ലാം നല്ല ഇതാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഈ അടുത്തിടയ്ക്ക് നമ്മൾ കേട്ടിരുന്നു പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ബ്ലോഗറെ പറ്റി. അദ്ദേഹം ഒരു ലക്കി വിഡ്രോ ഒക്കെ അഡ്വർടൈസ്മെന്റ് കൊടുത്തു. അതിൽ നറുക്കിലൂടെ ആൾക്കാരെ തെരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇഷ്യൂസ് ഒക്കെ പുറത്തു വന്നു. കാരണം അവരുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെയാണ് ഇതൊക്കെ കിട്ടിയത് എന്ന തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ പോയി. എന്നാൽ ഈ മാതിരിയൊക്കെ തോന്നിയാസങ്ങളൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് കണ്ണിൽ പൊടിയിട്ട് നടക്കാനാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടത് ജനങ്ങൾ തന്നെ കണ്ടുപിടിച്ച് ഇവർക്കെതിരെ പ്രതികരിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പൊ ആരും ഒന്നും മിണ്ടിയില്ലായിരുന്നു, ആരും ഒന്നും അറിയത്തില്ല. എന്നാൽ അതുപോലെ തന്നെ പുതിയ ഒരു ലക്കി ഡ്രോയുമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ രേണുസുതി. രേണുസുതി ഇതിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ഒരു പക്ഷേ പൈസ മേടിച്ചിട്ടായിരിക്കാം. പൈസ മേടിച്ചിട്ട് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യുകയാണ്. കൂടെ പ്രതീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ കോ ആർട്ടിസ്റ്റും ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ഈ മെഗാ ഓഫർ എന്നൊക്കെ പറഞ്ഞു ഇത് വളരെ ചെറിയൊരു തുകയ്ക്കാണ് അവർ കൊടുക്കുന്നത്. വെറും 500 രൂപയാണ് കൊടുക്കുന്നത്. 500 രൂപയ്ക്ക് ഒരു വീട്, കാറ്, സ്കൂട്ടർ, ബൈക്ക് ഇതൊക്കെയാണ് അവർ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഗോൾഡ് കോയിൻസ്, അങ്ങനെയാണ് ഇവര് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ഇവർക്ക് സാമ്പത്തികമായിട്ടൊരു ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്. അതില് ഇതുപോലുള്ള ഫേമസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ സമീപിച്ച് അവരോട് ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഏറ്റവും കൂടുതൽ വ്ളോഗേഴ്സ് ഒക്കെ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലും. കാരണം അവരുടെ ആരാധകർ തീർച്ചയായും അത് കാണുകയും അവരതിൽ ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് അവർ 500 രൂപയിലേ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതിനൊന്ന് ട്രൈ ചെയ്യും. കാരണം പോയാൽ ഒരു 500 രൂപയല്ലേ കിട്ടിയ ഒരു വീട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. എന്നാൽ പലപ്പോഴും ഇതൊക്കെ ചതിയും വഞ്ചനയുമാണ് എന്നറിയുമ്പോഴാണ് നമുക്ക് അക്കിടി പറ്റുന്നത്. നമ്മൾ 500 രൂപ കൊണ്ട് കൊടുത്തിട്ട് അവരുടെ കുടുംബക്കാർക്ക് തന്നെയാണ് ഇതെല്ലാം വെച്ച് നീട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ ഇടയിൽ നിന്ന് ഈ വീടൊക്കെ കിട്ടാൻ വേണ്ടി നൈസായിട്ട് കളിച്ചവർക്കൊക്കെയാണ് ഇത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ജനസമൂഹമാണ് പറ്റിക്കപ്പെടുന്നത്. ഇതാണെങ്കിലും ഗവൺമെന്റ് തൊട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യവുമല്ല, ഇതൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവര് ഇതൊക്കെ ധൈര്യപൂർവ്വം ചെയ്യാൻ മുമ്പോട്ട് വരികയാണ്. എന്തായാലും രേണുസുതിയുടെ ആ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് കണ്ടുപോകാം. ഈ ലക്കി ഡ്രോയിനെ കുറിച്ചിട്ടുള്ള 500 രൂപ വീടാണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് വരുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. രാവിലെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. നിങ്ങളാണ് ഇതിന്റെ ഭാഗ്യശാലി. കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് കിഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ. മുകളിലേക്ക് പോവാ, ബാക്കി എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറയുന്ന കാഴ്ചയാണ്. അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂയിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും വായു ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. റോഡ് സൈഡിലാണ് ഈ സ്ഥലം കേട്ടോ. അടിപൊളിയാണ്, നല്ല വിഷ്വൽസ് ഉണ്ട്. ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 കേട്ടോ. ഇവര് പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് നറുക്കെടുക്കുന്നത് എന്നാണ്. എന്തായാലും ഓൾറെഡി അവർക്ക് തന്നെ അറിയാം. അപ്പൊ ഇതിലൊരു ഇഷ്യൂ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത്, നിങ്ങളെ ഞങ്ങൾ ചതിക്കത്തില്ല വഞ്ചിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നാല് എല്ലാരും ഇത് തന്നെയാണ് പറയുന്നത്. എല്ലാരും ഇങ്ങനെ പറഞ്ഞാണ് ജനങ്ങളെ പറ്റിക്കുന്നത്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 500 രൂപയേ ഉള്ളൂ. അപ്പൊ മാക്സിമം ആൾക്കാരെ അത് മേടിക്കും. മാക്സിമം ആൾക്കാർ അത് മേടിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെയാണ് അതിന്റെ ലാഭം വരുന്നത്. അവർ ചിലപ്പോൾ ഏതെങ്കിലും ഷോറൂമിനെ സമീപിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ഓഫറൊക്കെ വെച്ചിട്ടായിരിക്കും ഈ വാഹനങ്ങളൊക്കെ എടുക്കുക, അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊണ്ടുവരിക. അതിനുശേഷം ഓരോ ജനങ്ങൾ 500 രൂപയിലേ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എടുക്കുമ്പോൾ അവർക്ക് അതിന്റെ ഇരട്ടിയാണ് പൈസ കിട്ടുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ജനങ്ങളെ നൈസായിട്ടൊക്കെ പറ്റിക്കും. അങ്ങനെയുള്ള പരിപാടിയാണ് ഈ ലക്കി ഡ്രോ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾ എത്ര ജ്വല്ലറികളിൽ അല്ലെങ്കിൽ എത്ര ഷോപ്പിംഗ് മാളുകളിൽ ഇതുപോലുള്ള ഷോറൂമുകളൊക്കെ സന്ദർശിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ലക്കി കൂപ്പണുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത് അടിച്ചിട്ടുണ്ടോ? ഒരു സാധാരണക്കാരൻ അടിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇത് അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തികൾക്ക് ഇത് കിട്ടും.
പിന്നെ ജനങ്ങളുടെ കണ്ണിൽ നൈസായിട്ട് പൊടി 500 രൂപയല്ലേ 250 രൂപയല്ലേ 200 രൂപയുള്ളൂ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ വ്ളോഗേഴ്സ് പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ എടുക്കും. അത് തന്നെയാണ് അവരുടെ ബിസിനസ്. അതോടൊപ്പം എടുത്തു പറയുന്നത് രേണു സുധിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇതൊരു ഇഷ്യൂസിൽ പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ് ഈ ലക്കി ഡ്രോ. ഓൾറെഡി നമുക്കറിയാം. അപ്പൊ ഈ രേണു സുധിയൊക്കെ ഇങ്ങനെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ തട്ടിപ്പ് കേസിനൊക്കെ അകത്തല്ലേ ഉള്ളൂ. ഇതൊരു ഇഷ്യൂ ആവുമോ പ്രശ്നമാവുമോ ഒന്നും ചെയ്യാതെ. കാരണം ഇവർക്കൊരു വരുമാനം വേണം. ആ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അവർക്ക് അതിനുള്ള പ്രതിഫലം വാങ്ങിയിട്ടായിരിക്കും അവരത് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെയാണ് അതിന്റെ ചീത്തപ്പേര് വരുന്നത്. കാരണം ഇത് പിന്നീട് എങ്ങാനും ഒരു തട്ടിപ്പോ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുധിയുടെ പേരാണ് പോകുന്നത്, കൂടെയുള്ള കോസ്റ്റാറിനെയും, അത് പ്രതീക്ഷ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ. അപ്പോൾ ഇത് നിങ്ങളെ പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് പോലും നിങ്ങൾക്കറിയില്ല. അതോടൊപ്പം നിങ്ങൾ ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരാധകരെയും കൂടിയാണ് നിങ്ങൾ പറ്റിക്കുന്നത്. കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ പറയുന്നത് ചെയ്യുന്നതൊക്കെ കാണാൻ ഇഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മേടിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്ന രൂപേണ അവരൊക്കെ ഇത് ചെയ്തിട്ട് അവർ ചതിയിൽപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ആവശ്യം രേണുസുധിന് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ആവശ്യത്തിന് സിനിമകളൊക്കെ കിട്ടുന്നുണ്ട്, ആവശ്യത്തിന് ആൽബങ്ങളും വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ മതിയിലെയും അതിലുള്ള ആരാധകരെ ചതിക്കുന്ന തരത്തിലേക്കൊക്കെ നിങ്ങൾ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഉടനെ കേൾക്കോ എന്തോ രേണുസുധിനെ ഇതിനെ അറസ്റ്റ് ചെയ്തുന്നോ അല്ലെങ്കിൽ ആൾക്കാരെ ചതിച്ചതിനെ പിടിയിലായിരുന്നോ എന്ന തരത്തിലൊക്കെ നമ്മൾ കേൾക്കും. ആ തരത്തിലേക്ക് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾ ഇങ്ങനത്തെ ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.